guys, welcome back to my YouTube channel and welcome back to one last weekly vlog from this ബ്യൂട്ടിഫുൾ ഹൗസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നതാണ് ഈ വീട്ടിൽ നിന്നുള്ള ലാസ്റ്റ് വീക്ക്ലി വ്ളോഗ് ആയിരിക്കും. പക്ഷേ എന്ത് പറ്റിയെന്നറിയില്ല, ഈ ആഴ്ചയും കുറേ അധികം കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ ഐ തോട്ട് അതും കൂടെ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. ഞങ്ങൾ പുതിയ വീടൊക്കെ ഫിക്സ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്കും ഞങ്ങളുടെ പെറ്റ് ഫാമിലിക്കും ഒക്കെ സെറ്റായിട്ടുള്ള ഒരു സ്പേസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി എങ്ങനെയാണ് പെറ്റ്സിനൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. അവർക്ക് കൂട് ചെയ്യണം, പിന്നെ ഷിഫ്റ്റിംഗ്, ഇതൊക്കെ ഒരു വലിയൊരു പ്രോസസ്സാണ്. എന്നെങ്കിലും ഒരിക്കൽ ഇതേപോലെ ഒരു വലിയ പറമ്പൊക്കെ ഉള്ള ഒരു വീട് ചെറുതാണെങ്കിലും കുഴപ്പമില്ല, പറമ്പ് വലുതായിരിക്കണം. ഇത് എനിക്ക് അർജുൻ ചേട്ടന് വാങ്ങിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തരട്ടെ. എന്തായാലും വീടൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ ലാ ഡെൻസിറ്റി പട്ടംല് പോയി. അർജുൻ ചേട്ടന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോളോ അപ്പ് ഒന്ന് അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അർജുൻ ചേട്ടന് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് വിത്തിൻ ഒരു 6-7 months വന്നിരിക്കുന്നത്. വി ആർ വെരി ഹാപ്പി വിത്ത് ദ റിസൾട്ട്. ഇപ്പോൾ റീസെൻറ്റ് ന്യൂസൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് കേട്ടോ, നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ഡോക്ടറിൻ്റെ കീഴിലൊക്കെ ചെയ്തില്ലെങ്കിൽ നല്ല പണിയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഡാൻസ് ക്ലാസ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ എഗ്രിമെൻ്റ് സൈൻ ചെയ്യാനായിട്ട് പോയി. അതും വളരെ ശുഭകരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ഡാൻസ് ക്ലാസ് എന്നാണ് അർജുൻ ചേട്ടൻ്റെയും എൻ്റെയും മാത്രമായിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേ സ്ഥലം തിരിച്ച് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ കുറവങ്കോണത്തുള്ള അപ്പർ ക്രസ്റ്റിലെ സുപ്രീമിൻ്റെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു. കഴിഞ്ഞ പ്രാവശ്യം, അതായത് ഇത്തവണയല്ല, കഴിഞ്ഞ വീക്കിൽ നന്ദുവിന് ഒട്ടും സുഖമില്ലാതിരിക്കുമായിരുന്നു. ഒരു നല്ല മോശമായിട്ടൊക്കെ പനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫാൽക്കൺ പെറ്റ് ഹോസ്പിറ്റലിലെ സജന ഡോക്ടറും ടീമും വന്നിട്ടാണ് നന്ദുവിനെ ട്രീറ്റ് ചെയ്തത്. നന്ദു ഇപ്പം നല്ല ബെറ്ററായി വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു സർവീസിന് താങ്ക് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ ഈ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ. അതായത് ഇപ്പം നന്ദു ബെറ്റർ ആയിട്ടുണ്ട്. അവന് പനി വന്നപ്പോൾ അവനെ കുളിപ്പിക്കലൊക്കെ കുറച്ച് മുടങ്ങിയായിരുന്നു. അപ്പം ആ ഒരു വീക്ക് മൊത്തം കുളിക്കാതെ അഴുക്കായിട്ട് നന്ദു ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം അർജുൻ ചേട്ടൻ ഫുള്ള് നന്ദുവിനെ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കുകയാണ്. എനിക്ക് ബർഫി നൈലയും പോയതോടെ എന്താണെന്നറിയില്ല, എനിക്കൊരു മനം മടുപ്പ് പോലെ എനിക്ക് വന്നിരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് പെറ്റ്സിന്റെ കാര്യം നോക്കുന്നതിലാണെങ്കിലും എനിക്കൊരു ചെറിയ ഉഴപ്പ് പോലെയൊക്കെ ആയിപ്പോയി. അപ്പോൾ അർജുൻ ചേട്ടനാണ് ഫുള്ള് നോക്കുന്നത്. ഏഞ്ചല എന്നെ കുറേ നാളിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ഏഞ്ചല എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങളുടെ കേട്ടോ, എൻ്റെ അർജുൻ ചേട്ടൻ്റെ ഒക്കെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാൻ എപ്പോഴെങ്കിലും ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു വീട്ടിലൊക്കെ ആൾക്കാർ ചെയ്യുന്നത് പോലെ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊണ്ടുവരും. കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ നമ്മളെ പെട്ടെന്ന് ചീറപ്പൊക്കെ ആക്കാനായിട്ട് ഏഞ്ചലയ്ക്ക് ഒരു പ്രത്യേക കഴിവാണുള്ളത് കേട്ടോ. എന്തായാലും ഏഞ്ചല ജസ്റ്റ് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുമ്മാ ഒരു ഔട്ടിങ് പോയിട്ടോ. പുതിയ വീട്ടിലോട്ടൊക്കെ മാറുകയല്ലേ, അപ്പോൾ അവിടെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പ്ലാന്റ്സ്, പോട്ട്സ് ഇങ്ങനെയൊക്കെ നോക്കാനായിട്ട് ഞങ്ങൾ ആദ്യം തിരുമലയിൽ ഒരു പ്ലാൻ ഷോപ്പിൽ പോയി. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അറ്റയർ ബൈ ചാംസിൽ പോയി. അർജുൻ ചേട്ടൻ്റെ ഓൾമോസ്റ്റ് സ്പെഷ്യൽ ഡ്രസ്സസ് ഒക്കെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ചാംസിലെ രാജേഷ് ചേട്ടനെ നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. പണ്ട് ഞങ്ങളുടെ ശിവാലയ ഡാൻസ് സ്കൂളിൻ്റെ ഒക്കെ ഫുൾ കോസ്റ്റ്യൂംസ് ഒക്കെ രാജേഷ് ചേട്ടനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പോയി അർജുൻ ചേട്ടൻ ഒരു കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ടായിരുന്നു. കാരണം ഒരു സ്പെഷ്യൽ ഡേ വരാൻ പോവാണ് കേട്ടോ, അതിന് വേണ്ടിയിട്ട്. എന്നാലും അന്നത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഏഞ്ചലൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തതിന് ശേഷം വൈൻഡ് അപ്പ് ചെയ്തു. ഒരു നല്ലൊരു ഫ്രണ്ട് ഒരു സാഡ് ടൈംസിൽ ഉണ്ടാവുന്നത് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. എന്തായാലും തിരിച്ചു വന്നപ്പോൾ അനുവിന്, ഞാൻ പറഞ്ഞില്ലേ ഒരു സ്പെഷ്യൽ ഡേ വരുന്നുണ്ടെന്ന്, അതിനുള്ള കോസ്റ്റ്യൂം എടുത്ത് അനുവിന് കൊണ്ടു കൊടുത്തു. അനുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനിൽ ഒരു ധാവണിയാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ കൊച്ചുബേബിക്ക് ഒന്നും എടുത്തില്ലേ എന്നുള്ള വിഷമത്തിലായിരുന്നു. പിന്നീടൊരു ദിവസം ഞാൻ പോയി എടുത്തു തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ നിർത്തി കേട്ടോ. എന്തായാലും നെക്സ്റ്റ് ഡേ ഞാനും അർജുൻ ചേട്ടനും കൂടി ഒന്ന് പുറത്തേക്ക് പോവാണ്. വീണ്ടും ഞങ്ങൾക്ക് ലാ ഡെൻസിറ്റി പട്ടംലാണ് പോകാനുള്ളത്. ഇന്നലെ നമ്മൾ ജസ്റ്റ് ഒരു ഫോളോ അപ്പ് ചെക്കപ്പ് ആണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് PRP ചെയ്യേണ്ട ദിവസമാണ്. അർജുൻ ചേട്ടൻ ആദ്യത്തെ ഒരു 6 months വളരെ റെഗുലർ ആയിട്ട് PRP ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല ഗ്രോത്ത് ഉള്ളത് കൊണ്ട് ഇനി ഓൾട്ടർനേറ്റ് മന്ത്സ് PRP എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രോസസ്സിന്റെ പേര് ഞാൻ ചോദിച്ചു വെച്ചാണ് കേട്ടോ. എന്തോ ട്രൈക്കോസ്കോപ്പ് എന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മളുടെ ഹെയർ ഫോളിക്കിൾസ്, സ്കാൽപ്പ് ഒക്കെ ഹെൽത്തി ആണോ, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഭാഗത്തു നിന്ന് ഹെൽത്തി ആയിട്ട് ഹെയർ വരുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഓവറോൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നത് അർജുൻ ചേട്ടന് വളരെ നല്ല വിസിബിൾ ചേഞ്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. സാധാരണ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6 months ഫുള്ള് ഹെയർ ഒക്കെ പൊഴിഞ്ഞു പോയിട്ട് പുതിയ ഹെയർ ആയിരിക്കും വരുന്നത്. പക്ഷെ അർജുൻ ചേട്ടനെ സംബന്ധിച്ച് അങ്ങനെ വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഹെയർ പൊഴിഞ്ഞൊന്നും പോയിട്ടില്ലായിരുന്നു. ഇപ്പോഴും നമ്മൾ ആ ഹെയർ പോകുന്ന സ്റ്റേജ് എപ്പോഴാണ് എന്ന് നോക്കിയിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷെ ആള് നല്ല ഫേസ് ഒക്കെ വളരെ
മാറിയിട്ടുണ്ട്. ഒരു ഹെയർ ഒരാളുടെ ഫേസിന് ഇത്രയൊക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇന്ന് PRP ചെയ്യുന്നത് നമ്മുടെ ഗോപിക ആണ്. ഡോക്ടർ ഗോപിക അമ്മയുടെ ഡാൻസ് സ്റ്റുഡന്റ് ആണ്. അമ്മയുടെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഗോപിക നല്ല പരിചയം ഉണ്ടായിരിക്കും. എന്തായാലും ആ ഒരു ഡേ വൈൻഡപ്പ് ചെയ്യുന്നത് ആസ് യൂഷ്വൽ ഞാനും അനുവും കൂടെ കാർഡ്സ് കളിച്ചുകൊണ്ടാണ് കേട്ടോ. ഞാനും അനു ഞങ്ങളുടെ കുട്ടി ഗോസിപ്പ് ടൈമാണ്. ഞങ്ങൾ കാർഡ് കളി, കുറച്ച് കാർഡ് കളി, കൂടുതൽ ഗോസിപ്പിംഗ് ആണ്. ഞങ്ങൾ പറയാനുള്ളതെല്ലാം, കാരണം എല്ലാവരും ഉറക്കമായിരിക്കും, രാത്രി ഞങ്ങൾ ഇരുന്ന് ഇങ്ങനെ കത്തിയടിച്ച് കാർഡ് കളിച്ച് ചിലപ്പോൾ നേരം വെളുപ്പിക്കും കേട്ടോ. പിന്നെ അതിന് റീസൺ ഉണ്ട്. ഇപ്പം ആരും നമ്മുടെ അടുത്ത് വന്ന് അങ്ങനെ വഴക്കൊന്നും പറയില്ല, പോയി കിടന്ന് ഉറങ്ങുക അങ്ങനെയൊന്നും പറയില്ല. കാരണം നമ്മൾ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ഇനി കുറച്ച് നാളും കൂടെ കിട്ടുന്നൊരു ഹാപ്പി മൊമെന്റ്സ് ആണിത്. ഇത് കഴിയുമ്പോൾ ഇത്രയും നമുക്ക് ഫ്രീക്വന്റ് ആയിട്ടൊക്കെ കാണാൻ പറ്റുമോ എന്ന് തന്നെ അറിയില്ലല്ലോ. അപ്പോൾ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ തകർത്ത അലമ്പ് ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും കാർഡ് ഗെയിംസ് ഞങ്ങൾ ഇനി ഈ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാർഡ് ഗെയിം കണ്ടുപിടിക്കണം. അത്ര മാത്രം എല്ലാ ഗെയിംസും ഞാനും അനുവും കൂടെ വെറുതെ റാൻഡംലി ഇങ്ങനെ കളിച്ചോണ്ടേ ഇരിക്കും കേട്ടോ. ഇതിൽ ഞങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്പീഡ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, അത്. പിന്നെ നമ്മളെ കഴുത, അതൊക്കെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലേ കളിക്കാൻ പറ്റുള്ളൂ. എപ്പോഴും കാർഡ് കളിക്കാൻ ആൾക്കാരെ നമുക്ക് കിട്ടില്ല. ഞാനും അനുവും എപ്പോഴും റെഡിയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് 2 പ്ലെയർ ഗെയിംസ് ഒക്കെ മെനക്കെട്ടിരുന്ന് കണ്ടുപിടിച്ച് അങ്ങനെയാണ് ഞങ്ങൾ ഈ ടൈം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നെക്സ്റ്റ് ഡേ ആണ്. അന്നത്തെ ദിവസം എനിക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഞാൻ നമ്മുടെ അമ്പലമുക്ക് D&A ബ്യൂട്ടി സ്റ്റുഡിയോയിൽ ആസ് യൂഷ്വൽ എൻ്റെ ഗ്രേ ഹെയർ കവർ ചെയ്യാനായിട്ട് പോയി. അവിടെ കവർ ചെയ്യാനായിട്ട് പോയി ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 3 months ആയി കാണും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, എൻ്റെ ഒരു വീക്ക്ലി വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. 3 months ആയിട്ട് ഇപ്പോഴും എൻ്റെ ഹെയറിൽ ആ ഒരു എഫക്റ്റ്, ആ ഒരു ഫ്രിസി അല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് എൻ്റെ ഹെയർ അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഐ എം ക്വൈറ്റ് ഹാപ്പി വിത്ത് ദിസ് ട്രീറ്റ്മെന്റ്, ഈ ബോട്ടോക്സ്. നമ്മളെല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്, സ്ട്രൈറ്റനിങ്, കെരാറ്റിൻ, മാക്സ് പ്രൈം എല്ലാം ചെയ്ത് നോക്കിയിട്ടുണ്ട്. എല്ലാത്തിലും വെച്ചിട്ട് എനിക്ക് ബോട്ടോക്സ് തന്നെയാണ് ഒരു കൂടുതൽ എന്താ പറയുന്നത്, ചെയ്യുന്നത് കൊണ്ട് വേർത്തി ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ റാഡോ എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ സ്ഥിരമായിട്ട് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവന്റെ വിഷ്വൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അവൻ ആക്ച്വലി ബർഫിയും നൈലയും പോയതിനു ശേഷം കൂടെ അങ്ങനെ പ്ലേഫുൾ ആയിട്ട് നടക്കാൻ അങ്ങനെ ആൾക്കാർ വളരെ കുറവാണ്. ചാർലിയായിട്ട് ചിലപ്പോഴൊക്കെ ഓടിക്കളിക്കാറൊക്കെ ഉണ്ട്. എന്തായാലും അവൻ കൂടുതൽ മിസ് ചെയ്യുന്നത് ബർഫി നൈലയാണെന്ന് തോന്നുന്നു. കുറച്ച് ഇപ്പോഴാണ് അവൻ കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ വരുന്നത്. മറ്റേത് എപ്പോഴും കുറച്ച് ഡള്ളായിരുന്നു. ഇപ്പൊ കുറച്ച് കളിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ ആള് ഓക്കെ ആയി വരുന്നുണ്ട്. നിങ്ങളുടെ ജസ്റ്റ് ഒരു കാഷ്വൽ ഈവനിങ് ടൈം നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചു. ഞാൻ ചുമ്മാ ഒരു ട്രയൽ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ട് മുടി ഫുള്ള് ഫ്രണ്ടിലേക്ക് മറിച്ചിട്ടിട്ട് നമ്മുടെ ഉച്ചയിന്ന് താഴോട്ട് ഇങ്ങനെ പിന്നി ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് അഴിച്ചിട്ട് നോക്കി കേട്ടോ. സൂപ്പർ റിസൾട്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്ന പോലെ തന്നെ നല്ല ബീച്ച് വേവ്സ് എൻ്റെ മുടിയിൽ കിട്ടി. അതുപോലെ മുടി നല്ല ബ്ലൂം ആൻഡ് ഫ്ലഫി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാനത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോട്ട് എടുത്തു എന്നേ ഉള്ളേ. എന്തായാലും പണ്ടത്തെ വ്ളോഗ്സ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഈ മുറ്റമൊക്കെ ഞാനൊരു വ്ളോഗിൽ കാണിക്കുമ്പോൾ ഇതിൽ നിറയെ പട്ടിക്കുട്ടികളായിരുന്നല്ലേ. ആ നിറയെ ഫീൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് ബർഫി നൈലൻ തന്നെയാണ് കേട്ടോ. അവർ പോയതോടെ ഭയങ്കര ഒരു മിസ്സിങ് ആയിപ്പോയി. ആ പാക്ക് ഒരിക്കലും ഒരു കംപ്ലീറ്റ് അല്ലാത്തതുപോലെ. അത് എന്ത് ചെയ്താൽ അത് മാറുന്നൊന്നും അറിയില്ല. മേ ബി വീട് മാറുമ്പോൾ ഒരു പരിധി വരെ ഈ ഒരു വിഷമം മാറിക്കിട്ടുമായിരിക്കും തന്നെ തോന്നുന്നു കേട്ടോ. എന്തായാലും ഓഫീസ് വിട്ട് വിദ്യ വീട്ടിലേക്ക് വന്നു. വിദ്യയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പി ഒരു ഗ്രൂപ്പ് ആൾക്കാർ നിൽപ്പുണ്ട് കണ്ടോ. വിദ്യ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാറുണ്ട് എപ്പോഴും സ്ഥിരമായിട്ട് ഓഫീസിൽ നിന്ന് വരുമ്പോൾ. എന്തായാലും ഞങ്ങളതാ ഇങ്ങനെ ഫുൾ ഫാമിലി ആയിട്ട് കുറെ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷം ഇങ്ങനെ ഒരുമിച്ച് നിന്നു. 5 വർഷത്തിന് ശേഷമാണ് ഞങ്ങളതാ ഷിഫ്റ്റ് ചെയ്ത് ഒരു സെപ്പറേറ്റ് വീടുകളിലോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണത്. ഞാൻ പറഞ്ഞില്ലേ, ചേഞ്ചസ് എപ്പോഴും നല്ലതിനാണോ അതോ അത് മോശമാണോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നല്ലതിനായിരിക്കണേ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടെ നിന്ന് കാർഡൊക്കെ കളിച്ചു. കാർഡ് ഗെയിംസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അരുൺചേട്ടനും വിദ്യയ്ക്കും അറിഞ്ഞുകൂടായിരുന്നേ. ഞങ്ങൾ അപ്പോൾ ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ട് എല്ലാവരും കൂടെ ഇന്ന് കാർഡ് ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത്, ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുന്നൊക്കെ വെളുപ്പാങ്കാലമാണ് കേട്ടോ. 3:45 4 മണി എന്തോ ആയി. പിന്നെ നമ്മൾ ഇനി ലോകത്ത് ഡിസ്കസ് ചെയ്യാൻ കാര്യങ്ങളില്ല. അത്രയും കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം അന്നത്തെ ഡേ വൈൻഡ് അപ്പ് ചെയ്തു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. കൊച്ചു ബേബി നാദും കൂടെ അവിടെ എന്താ കുക്കിംഗ് ഷോപ്പോ അങ്ങനെ എന്തോ തുടങ്ങിയിട്ടിട്ട് അവിടെ ജ്യൂസ് അടി, പിന്നെ അതുപോലെ സ്ട്രോബെറി പാത്രത്തിലിട്ട് വേവിച്ച് കിവിയും കൂടെ ഇട്ട് ടോപ്പ് ചെയ്ത് അങ്ങനെ ആഹാരം ഉണ്ടാക്കുന്നു. അങ്ങനെ വളരെ ബിസി ആയിട്ട് അവർ ഓരോ ഗെയിംസും അങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകാനുണ്ട്.
എന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വിട്ട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വ്ളോഗിംഗ് എന്നൊരു സംഭവം ഞാൻ പെട്ടെന്ന് മറന്നു. ഓൾമോസ്റ്റ് എൻ്റെ എല്ലാ ആക്ടിവിറ്റീസ് കഴിയുമ്പോഴായിരിക്കും ഞാൻ ഓർക്കുന്നത്, അയ്യോ അയ്യോ ഞാൻ വീക്ക്ലി വ്ളോഗ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നല്ലോ, ആക്ടിവിറ്റീസ് ഒന്നും ഷൂട്ട് ചെയ്തില്ലല്ലോ എന്നുള്ളത്. പിന്നെ കുറച്ച് എനിക്ക് പുറത്തോട്ട് പോകുമ്പോൾ ഒരു ചമ്മലുണ്ട് കേട്ടോ, ക്യാമറ ഇങ്ങനെ എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യാനൊക്കെ. എൻ്റെ ഷോപ്പിംഗ് വിഷ്വൽസ് ഒന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഇന്ന് ഞാനും അർജുൻ ചേട്ടനും അനുവും കൂടെ നമ്മളൊരു ഫാൻസി ഫുഡ് ഡേറ്റിന് പോവാം എന്നിങ്ങനെ വിചാരിച്ചു കേട്ടോ. നമ്മളങ്ങനെ ഫ്രീക്വന്റ് ആയിട്ടൊന്നും പോകാറില്ല, വല്ലപ്പോഴുമാണ് ഇങ്ങനെ ഫാൻസി ഡേറ്റ്സിന് പോകുന്നത് കേട്ടോ. അപ്പോൾ അർജുൻ ചേട്ടനും ഞാനും അനുവും കൂടെ നമ്മുടെ SP ഗ്രാൻഡേസിൽ പോയി. അവിടെ പോയപ്പോൾ എനിക്ക് ഇങ്ങനെ ഓർമ്മകൾ അലയടിച്ച് വരുവാണ് കേട്ടോ. ഞാനും അച്ഛനും അമ്മയും കൂടെ ഒക്കെ അവിടെ പോയി ഫുഡ് കഴിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു റിപ്പീറ്റഡ്ലി എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു നല്ല ഫീലിംഗ് ആയിരുന്നു. ഞാൻ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു അവിടെ പോയപ്പോൾ. SP ഗ്രാൻഡേസിലെ ഫുഡ് ഒപ്പോ ടോപ്പ് നോച്ച് കേട്ടോ. എനിക്ക് നമ്മുടെ തമ്പാനൂർ ഹൊറൈസൺ ഹോട്ടലുണ്ട്, അവിടുത്തെ സെഷ്വൻ ഫ്രൈഡ് റൈസും വെജിറ്റബിൾ ബോൾ മഞ്ചൂരിയൻ ഡ്രൈ ഇതെന്റെ ഒരു ഫേവററ്റ് ഫുഡാണ്. അത് അവിടത്തെ കാട്ടിലും ടേസ്റ്റ് ആയിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നത് SP ഗ്രാൻഡേസിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ അങ്ങനത്തെ ഫാൻസി ഡിന്നർ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ മിഷൻ ഇമ്പോസിബിൾ കാണാൻ പ്ലാൻ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അരുൺ ചേട്ടനും വിദ്യയും നാഥും കൂടെ സെയിം മിഷൻ ഇമ്പോസിബിൾ കാണാനായിട്ട് വേറെ തിയേറ്ററിലോട്ട് പോവാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ബാംഗ്ലൂരിൽ കുഞ്ഞാവയും ചിക്കും കൂടെ അതേ ദിവസം അവർ മിഷൻ ഇമ്പോസിബിൾ കാണാൻ പോവാണെന്നുള്ളത്. ആക്ച്വലി എനിക്ക് മിഷൻ ഇമ്പോസിബിൾ കാണാൻ പോകണം എന്നൊന്നും ഇല്ലായിരുന്നു, എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി കാണാൻ പോകണം എന്നുള്ള ഒരു മൈൻഡിലായിരുന്നു. പക്ഷെ വീട്ടിൽ മെജോറിറ്റി ആൾക്കാർ മിഷൻ ഇമ്പോസിബിൾ, അവരൊക്കെ ട്രൂ എന്താ പറയുന്നത് OG ടോം ക്രൂസ് ഫാൻസ് ആണ് കേട്ടോ. അങ്ങനെ പോയി കളയാം, ഞാൻ ഒരു പാർട്ടും കണ്ടിട്ടില്ല മിഷൻ ഇമ്പോസിബിൾ, അപ്പൊ പോയി കളയാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. എന്റെ അമ്മ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സായി പോയനെ. അതേപോലെ എനിക്ക് വീട്ടിൽ വന്നിട്ട് കുത്തിയിരുന്ന് എല്ലാ പാർട്ടും കാണണം തോന്നി. പിന്നെ ഇതിന്റെ തൊട്ട് മുന്നത്തെ ഫിലിമിന്റെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് എനിക്ക് അർജുൻ ചേട്ടൻ ഒന്ന് ഫില്ല് ചെയ്ത് തന്നു എന്താണ് ആ സിനിമ എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് കുറച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. ഞങ്ങൾ ഏരീസ് ഫ്ലെക്സിൽ അല്ലേ, വെള്ളി അടിക്കുന്നു, ഏരീസ് ഫ്ലെക്സിലാണ് ഞങ്ങൾ സിനിമ കാണാൻ പോയത്. ഞങ്ങൾ സിനിമയ്ക്ക് പോകുമ്പോൾ കൊച്ചുബേബിയെ കൊണ്ടുപോകാറില്ല, ചിലപ്പോൾ അടങ്ങിയിരിക്കുമായിരിക്കും എന്തോ അറിയില്ല. പക്ഷെ കുട്ടികളെ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. പിന്നെ എനിക്ക് വീട്ടിൽ മോളെ നോക്കാൻ ആളുള്ളത് കൊണ്ട് ഐ ഹാവ് ദ പ്രിവിലേജ് കേട്ടോ, ഞാൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകാറില്ല, വീട്ടിലിരുത്തിയിട്ടാണ് പോകാറുള്ളത്. എന്തായാലും അന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ കൊച്ചുബേബിക്ക് ഒരു ആഗ്രഹം, ഞാൻ കൊച്ചുബേബിയെ പോലെ 2 സൈഡ് പിന്നിടണം. അപ്പൊ ഞാൻ മോളുടെ ഒരു ആഗ്രഹം പോലെ തന്നെ മുടി കെട്ടിയിട്ടു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. എനിക്ക് എന്താ വളരെ ക്യൂട്ടായിട്ട് തോന്നി. എൻ്റെ അമ്മ എത്രയോ കാലമായിട്ട് ഇങ്ങനെ അമ്മയുടെ നൈറ്റ് റുട്ടീനിൽ ഒന്നാണ് കുളിച്ചിട്ട് വന്നിട്ട് മുടി ഇങ്ങനെ 2 സൈഡ് കെട്ടിയിടും. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഉള്ളിൽ ഇങ്ങനെ തോന്നി, സ്ലോലി ഞാൻ അമ്മയുടെ ആ ഒരു നമ്മൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, സ്ലോലി ടേണിങ് ഇൻ ടു മൈ മദർ എന്നൊക്കെ തോന്നുമല്ലോ, അത് എനിക്ക് ഫീൽ ചെയ്തു കണ്ണാടി നോക്കിയപ്പോൾ. നെക്സ്റ്റ് ഡേ മോർണിംഗ് കൊച്ചുബേബിയുടെ സ്കൂളില്ലേ ചമ്പക അനക്സ് 10 പ്രിൻസിപ്പൽ ജിലി മാം വീട്ടിൽ വന്നിരുന്നു. മോൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ തന്നിരുന്നു. നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുമല്ലേ, അപ്പൊ മോളുടെ ബ്രാഞ്ച് മാറും. ചെമ്പകയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്, പക്ഷെ ബ്രാഞ്ച് ചേഞ്ച് ആവും. എന്ത് സ്വീറ്റ് അല്ലേ, പ്രിൻസിപ്പൾ വീട്ടിൽ വന്ന് ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ട് പോയ മോക്ക്. ഞങ്ങൾ അന്ന് ഈവനിങ് റോയൽ എൻഫീൽഡ് ഷോറൂം മരക്കാർ മോട്ടോഴ്സ് അവിടെ പോയി ഞങ്ങൾ ചുമ്മാ ഗോവൻ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം എന്ന് പറഞ്ഞ് പോയതാണ്. ഗോവൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോയ നമുക്ക് കൂടുതൽ കണ്ണിൽ കയറിയത് നമ്മുടെ ക്ലാസിക് 650, ഓൾ ടൈം ഒരു ഫേവററ്റ് ആണല്ലോ ഇത് എല്ലാവരുടെയും. അപ്പോൾ എനിക്ക് അർജുൻ ചേട്ടൻ അതിലിരുന്ന് കണ്ടപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടും കൂടെ തോന്നി കേട്ടോ. എന്തായാലും ഞാനും അർജുൻ ചേട്ടനും കൂടെ ഒരു ചെറിയ റൈഡ് പോയിട്ട് വന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നോക്കാം, ദൈവം സഹായിച്ചാൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും അല്ലേ, നമുക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എന്തായാലും ഇന്ന് ഈ വണ്ടിയൊക്കെ നോക്കിയതിന് ശേഷം ഒരു വലിയൊരു കാര്യം ചെയ്യാനുണ്ട്. ഞങ്ങൾ പുതിയ വീടിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുവാണ് കേട്ടോ. ഇവിടെ നിന്ന് നേരെ ആ വീട്ടിലേക്ക് പോയി. അവിടെ കുറച്ച് ഇലക്ട്രിക് വർക്ക്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് കറണ്ട് ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരെ ഫുൾ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല, വഴിയെ കാണിച്ചു തരാം. ഞങ്ങൾ എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് വന്നു. ഇത് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ്. ഞാൻ ഈ ഒരു സമയമൊക്കെ ഇങ്ങനെ ഉറങ്ങി എന്നിട്ട് കണ്ടിട്ട് കുറെ നാളുകളായി കേട്ടോ. അപ്പം ഞാൻ, അനു, അരുൺ ചേട്ടൻ, വിദ്യ, നാദു ഞങ്ങൾ എല്ലാവരും കൂടി ആൽത്തറ അമ്പലത്തേക്ക് പോവാണ്. കൊച്ചുബേബിയും അർജുൻ ചേട്ടനും നല്ല ഉറക്കമായിരുന്നുകൊണ്ട് ജോയിൻ ചെയ്തില്ല അവര്. ആൻഡ് യെസ്, ഇറ്റ്സ് ഫൈനലി ഗോണ ഹാപ്പൻ. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ് ആ ഒരു ഡേക്ക് വേണ്ടി. ഒഫീഷ്യലി നമ്മൾ എല്ലാവരും ഇനി ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി ആവാൻ പോകുന്നു. അപ്പം അതിനൊരു മുന്നോടി എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണിത്. അപ്പം ഇൻ ഡീറ്റെയിൽ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് വിദ്യയെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, വി ആർ വെരി 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 ഹാപ്പി ടു ഹാവ് ഹർ ഇൻ അവർ ഫാമിലി. ഒരു വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി ഞങ്ങളുടെ വൈബുമായിട്ട് നല്ല മാച്ച് ആവുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ഒരാളെ കിട്ടുന്നത് വളരെ പാടാണ്. പക്ഷെ
ബൈ ഗോഡ്സ് ഗ്രേസ് ഞങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളെ ദൈവം നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. അതിന് ദൈവത്തിനോട് നന്ദി. അതേപോലെ അരുൺ ചേട്ടൻ ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എൻ്റെ അമ്മൂമ്മയൊക്കെ പറയും, എപ്പോഴും പറയും കേട്ടോ, നിങ്ങളുടെ ഫാമിലിയിൽ ആ മനുഷ്യന്റെ ഫേസ് ഉണ്ടല്ലോ, അത് കണ്ടാൽ തന്നെ അറിയാം എന്തൊരു നിറഞ്ഞ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആണെന്നുള്ളത്. ശരിയാണ്, അരുൺ ചേട്ടൻ്റെ ആ ഒരു ചിരിച്ച മുഖം ആക്ച്വലി വളരെ പ്ലീസിങ് ആൻഡ് വളരെ പോസിറ്റീവായിട്ട്. അപ്പം ഹി ഓൾവേസ് ഡിസേർവ്സ് ദ ബെസ്റ്റ്, ആൻഡ് പുള്ളി ഡിസേർവ് ചെയ്യുന്നത് പോലെ തന്നെ വളരെ നല്ല ഒരാളെയാണ് പുള്ളിക്ക് ലൈഫിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ വി ആർ ഇൻ എ വെരി ഹാപ്പി മൂഡ്. അപ്പം എൻ്റെ യൂട്യൂബിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇതിനെപ്പറ്റി ഒരുപാട് ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂസിലും വന്നിട്ടുണ്ടായിരുന്നു, ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ റൈറ്റ് ടൈം വരുമ്പോൾ ഇതിനെ ക്യാൻസർ ചെയ്യാം എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് അറിയിക്കേണ്ട സമയത്ത് ഞാൻ നിങ്ങളോട് എല്ലാവരുമായിട്ടും ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം നമ്മൾ അങ്ങനെ വളരെ സീക്രട്ടീവായിട്ട് ഒന്നും ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ തൊട്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു സന്തോഷത്തിന്റെ പാർട്ടാവാൻ പോവാണ്. പ്ലീസ് ഡു കീപ്പ് അസ് ഇൻ യുവർ പ്രേയേഴ്സ്. നമ്മുടെ വെൽ വിഷേഴ്സ് നമുക്ക് വേണ്ടി വളരെ സിൻസിയറായിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ പവർഫുൾ ആയിട്ടൊരു കാര്യം നമുക്ക് ഇനി കിട്ടാനില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ഇത് അന്നത്തെ ദിവസം ഈവനിങ് ആണ്. എനിക്ക് ഈ പിൻട്രസ്റ്റിലെ മിഡ് സൈസ് ഫാഷൻ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു മിഡ് സൈസ് ഫിഗർ ആയിട്ടൊക്കെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പിൻട്രസ്റ്റിൽ ഒരു ഔട്ട്ഫിറ്റ് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി എൻ്റെ കയ്യിൽ സെയിം ടീഷർട്ട് ഉണ്ട്, സ്കേർട്ട് ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ എവിടെ പോവാണ്? വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞു പോയതുകൊണ്ട് എനിക്ക് മറന്നുപോയി. നമ്മൾ പൂജപ്പുര വളം ഡിപ്പോയിൽ പോയതാണ് കേട്ടോ. നമുക്ക് കുറച്ച് വളം ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അർജുൻ ചേട്ടനാണ് നമ്മുടെ ഇവിടുത്തെ ഗാർഡനിങ് കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത്. ഞാൻ ചുമ്മാ ജസ്റ്റ് നോക്കി മനസ്സിലാക്കി വെക്കുന്നേ ഉള്ളൂ. അവിടെ നിന്ന് വീണ്ടും എനിക്ക് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ ഷോപ്പിംഗ് വിഷ്വൽസ് എനിക്ക് ചമ്മൽ കാരണം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, നമ്മുടെ അജിത്തിന്റെ ഗായത്രി സ്റ്റിച്ചിങ് ഇല്ലേ, ജയലക്ഷ്മിയുടെ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിന്. അവിടെ പോയിട്ട് ഞാൻ അനുവിന് അന്ന് ധാവണി എടുത്തില്ലേ, അത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചു. ഇറങ്ങിയ സമയത്ത് ഒരു സമയത്ത് ഞങ്ങളുടെ ഡാൻസ് സ്കൂളിൽ ഉണ്ടായിരുന്ന ടീമാണ് ഇത് മുഴുവനും. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കണ്ട ഒരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചു. കുറെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും വർഷം മുന്നേ ആ ഡാൻസ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല ഞാനും അർജുൻ ചേട്ടനും കല്യാണം കഴിക്കും, നമ്മളൊരു ഫാമിലി ആവും എന്നൊക്കെ കേട്ടോ. എനിവേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ശാസ്താമംഗലത്തില് മാഗ്മ കോസ്മെറ്റിക്സ് ആൻഡ് ബ്യൂട്ടി വേൾഡ് അവിടെ പോയി. ശരൺ ഉണ്ടായിരുന്നു അവിടെ. എനിക്ക് സ്പെഷ്യൽ ഡേ ഒക്കെ വരികയല്ലേ, അപ്പം അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പ്രസ് ഓൺ നെയിൽസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. എപ്പോഴെപ്പോഴും എനിക്ക് ഈ നെയിൽ ചെയ്യാൻ പോകാനായിട്ട് ടൈം കിട്ടുന്നില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കേട്ടോ. പക്ഷേ ഈ പ്രസ് ഓൺ നെയിൽസ് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാക്മയിൽ പല ഓപ്ഷൻസ് ഉണ്ട്. ഈവൻ ക്യാറ്റായി കുട്ടികൾക്ക് വരെയുള്ള പ്രസ് ഓൺ നെയിൽസ് ഉണ്ട്. അതൊക്കെ ഞാൻ അതിശയിച്ചു കേട്ടോ. ജസ്റ്റ് വളരെ ഈസിയാണ്. ബാക്ക് സൈഡ് ഇങ്ങനെ ഗ്ലൂവിന്റെ അവിടെ പീൽ ചെയ്തിട്ട് നമ്മൾ നഖത്തിൽ സ്റ്റിക്ക് ചെയ്താൽ മതി. നല്ല കിടിലൻ ലുക്കാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ഗ്ലാസ് ബാംഗിൾസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ കൊച്ചു ബേബിക്ക് വളയൊക്കെ വാങ്ങിക്കണമായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ മേക്കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരുന്നു. പിന്നെ കുറേ നേരം ശരണുമായിട്ടും പിന്നെ ശരണിന്റെ അച്ഛനും അവിടെ ഷോപ്പിലുണ്ടായിരുന്നു. സാധാരണ ശരണിന്റെ അമ്മ ഉണ്ടാവാറുണ്ട്. അപ്പം ശരണിന്റെ അമ്മ ഇപ്പം അവിടെ ഇല്ല. ഇവർ രണ്ടുപേരായിട്ട് കുറേ നേരമൊക്കെ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് സംസാരിച്ചതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. ഇന്നൊരു വലിയ ഷോപ്പിംഗ് ഡേ ആയിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ എന്നുള്ളതേ ഉള്ളേ. എനിക്ക് ആ പോത്തീസിലൊക്കെ പോയി ഡ്രസ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ആൾക്കാർ ഇങ്ങനെ എന്നെ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ചമ്മലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പുറത്തുപോയി ഷോപ്പിംഗ് വിഷ്വൽസ് നിങ്ങൾ വ്ളോഗ്സിൽ കാണാതെ പോകുന്നത്. എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പം നമ്മൾ ജസ്റ്റ് അനുവിനൊരു ട്രയൽ റെഡി ആക്കാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു കേട്ടോ. അനുവിന് ഡ്രസ്സപ്പ് ചെയ്ത് മുടി എങ്ങനെ കെട്ടണം, കണ്ണെങ്ങനെ എഴുതണം, ഇങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മാഗ്മയിൽ നിന്ന് അനുവിന് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ അനുവിന് കൊടുത്തു. അനു കുറേ നാളായിട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അതാണ് ആൾ സന്തോഷമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ധാവണിയൊക്കെ ട്രൈ ഓൺ ചെയ്ത് നോക്കി. ഞാൻ ആ ഒരു ഭാഗം ഈ വീഡിയോയിൽ ഇടാത്തത് റിയൽ ആയിട്ട് റെഡി ആകുമ്പോൾ ഉള്ള ഒരു ഫ്രഷ്നെസ് പിന്നെ നിങ്ങൾക്ക് കിട്ടൂലല്ലോ എന്നുള്ളതുകൊണ്ടാണ് അത് ഞാൻ അവോയ്ഡ് ചെയ്തത്. എന്തായാലും നമ്മൾ ഈ ഒരു മേക്ക് ഓവർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ തകർത്ത് ഓടിക്കളിക്കുകയാണ് കേട്ടോ, നാദുവും കൊച്ചുബേബിയും കൂടെ. ഈ വീട്ടിൽ ആഫ്റ്റർ എ വെരി ലോങ് ടൈം എന്താ പറയുന്ന ഒരു സന്തോഷം, എവിടെ നോക്കിയാലും ദർ ഇസ് ഹാപ്പിനെസ് ഇൻ ദി എയർ. അപ്പം അത് വളരെ ഞാൻ എൻജോയ് ചെയ്യുന്നു കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നല്ല ഒരു ഹാപ്പി മൊമെന്റ് കഴിഞ്ഞിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു സന്തോഷത്തിലാണ്. ഈ വീട് ഒരുപാട് 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 മെമ്മറീസ് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നല്ലതുണ്ട് ചീത്തയുണ്ട്. നമുക്ക് നല്ലത് മാത്രം എടുക്കാം. ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചൊരു വീടാണ്. എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഈ വീട്ടിലാണ്. അപ്പോൾ
കുറേ നല്ല ഓർമ്മകളൊക്കെ നിൽക്കുന്ന ഒരു പ്ലേസ് ആണിത്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു ദിസ് ഹൗസ്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴും നല്ലൊരു കാര്യം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇനിയുള്ള ലൈഫൊക്കെ എങ്ങനെ ആവും എന്നുള്ളത് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് വിടാം. എനിക്കതാണ് എളുപ്പം. അപ്പം സ്ട്രെസ് എടുക്കണ്ടല്ലോ, എല്ലാം ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ഒരു വലിയ സ്ട്രെസ് തലേന്ന് ഒഴിഞ്ഞു പോയി. എന്തായാലും ഞങ്ങൾ അനുവിന് കുറേ ഹെയർ സ്റ്റൈൽസും ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നു. നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇനി അങ്ങോട്ടുള്ള എൻ്റെ വ്ളോഗ്സ് കാണാൻ എന്നുള്ളതും കൂടി വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ലവ് യു ഗൈസ് സോ മച്ച്, സോ മച്ച്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.